ഇത് പൂവള്ളി ഇന്ദുച്ചൂടന്റെയും MK മേനോന്റെയും തറവാട്. അപ്പം നിങ്ങൾ ചോദിക്കും ഞാൻ ആരെന്ന്. ഞാൻ ചാരസ്യാർ, മുണ്ടൂർ പാർവതി ചാരസ്യാർ. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പേര് പറഞ്ഞ് ഞാൻ ഒരുപാട് നാറ്റിച്ച്. ഇപ്പം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ പിള്ളേരുടെ തന്തയാണെന്നുള്ള അവകാശം ഏറ്റുവാങ്ങാനും മറ്റുള്ള കാര്യങ്ങൾക്കുമാണ്. അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയക്കാർ എല്ലാവരും ചോദിക്കുന്നു MK മേനോനല്ലേ നിങ്ങളുടെ പിള്ളേരുടെ അച്ഛൻ, MK മേനോനല്ലേ നിങ്ങളുടെ മാപ്പിള. ഇതെല്ലാം തെളിയിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. മിസ്റ്റർ MK മേനോൻ. ആരാ അവിടെ? മിസ്റ്റർ MK മേനോൻ. ആരാ നിങ്ങൾ? ഞാൻ പാർവതി ചാരസ്യാർ. നിങ്ങൾ മുണ്ടൂർ പോയിട്ടുണ്ടോ? പല പ്രാവശ്യം ഊരി പോയിട്ടുണ്ട്. താമര വെച്ചാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഞാൻ പേരിട്ടു. അതുകൊണ്ട് ഇപ്പൊ മുണ്ടൂരാറില്ല. ഞാൻ അതല്ല പറഞ്ഞത്, ഞാൻ പാർവതി ചാരസ്യാരെന്ന്. എന്റെ കുട്ടികളുടെ അവകാശം ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എന്റെ മൂത്ത മകനെ നിങ്ങൾ നോക്കണം. നിങ്ങളെ തനി വാർത്തു വെച്ചിരിക്കുക. വാർപ്പൊക്കെ കറക്റ്റ് ആണ് കേട്ടോ. പക്ഷേ മേശയുടെ സ്ഥാനം എന്റെ തലയെ കൊണ്ട് വെക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിയമത്തിന്റെ വഴിയിലൂടെ അങ്ങ് പോകും. നിയമത്തിന്റെ വഴിയിലോ? ഓ, നിയമം അറിയാവുന്ന ഒരാളെ കൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. പഴയ കാലമല്ല, ഇത് പുതിയ കാലമാണ്. എല്ലാം മനസ്സിലാക്കുന്ന ഒരു നിയമ ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി ഇതിന്റെ പിറകിൽ ആരോ ഉണ്ടെന്ന്. ആരാണ് അയാൾ? ഹലോ, ആ സാറേ, നമ്മുടെ ഈ അല്ലല്ല ആ കേസ് എങ്ങനെ ശരിയാവും സാറേ? നമ്മുടെ ആകാശദൂതിലെ ഇളയ ചെറുക്കൻ കാലുവേത്ത് ചെറുക്കന്റെ പിതൃത്വമായിട്ടെടുത്ത് ആരുന്നാ? ഇത് ഈ ലോജിക്കില്ലാത്ത കേസല്ല. ആര് സാറേ ഇത് എന്നെ ഏൽപ്പിക്കാൻ വരുന്നത്? ഓ ഓ ഓ ഞാൻ വിളിക്കാം, രണ്ടത്തെ കൂട്ടി മുട്ടിക്കാന്നാ. ഓ ഓ ശരി 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 ശരി. ആ നമസ്കാരം. ആരാ മനസ്സിലായില്ല? അല്ല, ഞാൻ മുറിഞ്ഞ പാലം വേണു. മുറിഞ്ഞ പാലത്ത് കൂടെ നടക്കരുത്, കാല് തെറ്റി വീഴും. അയ്യോ അതല്ല, ഞാൻ മുറിഞ്ഞ പാലം വേണു, SI റിട്ടയർഡ് SI ആണ്. നിങ്ങൾ എന്തിനിവിടെ വന്നു? അല്ല, എന്നെ ഇവിടുന്ന് ആരെ വിളിച്ചായിരുന്നു? ആഠിത്യവും എല്ലാമുള്ള പല്ലാരിമംഗലം തറവാട്ടിലെ ഏക സന്തതിയാണ് ഞാൻ. അല്ല, ഈ കയ്യൊട്ടിക്കളി കഴിഞ്ഞെങ്കിൽ കറക്റ്റ് ആയിട്ട് പറയാവോ? എന്നാ വിളിപ്പിച്ചതെന്ന് പറയാവോ? 7 പൊന്നാനകളും വലിയാനകളും ഉള്ള തറവാട്ടിലെ ഞാൻ തന്നെയാണ് നിങ്ങളെ വലിപ്പിച്ചേ. അതെ, മുണ്ടൂർ പാർവതി ചാരസ്യാർ. ചൂടല്ലേ, ആരെങ്കിലും ഊരി ചാരി വെച്ചിട്ട് പോയതായിരിക്കും. എന്തോന്ന് മുണ്ട് ഊരി ചാരി വെച്ചിട്ട് പോയത്? മുണ്ടൂർ പാർവതി ചാരസ്യാർ. എന്റെ കുട്ടികളുടെ പിതൃപക്യം വാങ്ങിച്ചു തരണം. ഒരു പാവ സ്ത്രീയുടെ പിതൃപ്പീപ്പി എടുത്ത് വെച്ചേക്കുന്നു. അവർക്ക് അവരെ പിതൃപ്പീപ്പി എടുത്ത് അവരെ കൊച്ചുകളെ നിങ്ങൾക്ക് വയസ്സായില്ലേ മനുഷ്യ? നിങ്ങൾ ഈ സ്റ്റിക്കും കൊണ്ട് നടക്കുന്ന നിങ്ങൾക്ക് പിതൃപ്പീപ്പി എന്തിനാണ്? എനിക്കറിയില്ല. നിങ്ങൾക്ക് രാത്രി നേരത്ത് ചൂടാനാണ് കൊടുക്ക് കൊച്ചുങ്ങളെ പിതൃപ്പീപ്പി. എനിക്കറിയില്ല. നിങ്ങൾ എന്തുവായി പറയുന്നത്? അല്ല, നിങ്ങളുടെ കൊച്ചിന്റെ പിതൃപ്പീപ്പി പുള്ളി എടുത്തെന്ന് പറഞ്ഞു. അതാണോ ഞാൻ പറഞ്ഞേ? എന്താണ് നമ്മൾ പെറൂലേ? നമ്മൾ നിങ്ങൾ എനിക്ക് അതല്ലെന്ന്. നമ്മളെ പ്രസവിക്കുമ്പോ നമ്മളെ ഇത് കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്ന ഒരാൾ ഒരു സ്ഥാനം ഏറ്റെടുക്കുമല്ലോ, അത് പിതൃത്വം. ആ പറഞ്ഞ സാധനം അങ്ങനെ വാങ്ങിച്ചിട്ടാ. പിതൃത്വം എനിക്ക് എവരെ അറിയില്ല, എവരെ മക്കളെ എനിക്ക് ആരെയും അറിയില്ല. ആരെയും അറിയത്തില്ല. എനിക്ക് നൊന്തിരിക്കണു, എനിക്ക് പോകണു, എനിക്ക് നൊന്തിരിക്കണു, എനിക്ക് പോകണു. അത് മേഡം വേറൊന്നും കൊണ്ടല്ല. സംഭവം എന്ന് പറഞ്ഞാൽ പഴയ ആചാരങ്ങളൊക്കെ ഉള്ള തറവാടല്ലേ. മാത്രമല്ല ഈ കീടാണുമൊക്കെ ഉണ്ടെങ്കിൽ ചത്തുപോകും. എന്തോന്ന് കുന്തിരിക്കയിട്ട് പോക്കണം എന്ന് പറഞ്ഞു. എനിക്ക് നൊന്തിരിക്കണു, എനിക്ക് ഇവിടുന്ന് പോണോന്ന്. അങ്ങനെ അതാണ് അവകാശങ്ങൾ വാങ്ങിച്ചിട്ടാ. ഞാനൊരു കാര്യം പറയാം. എന്താണ്? എനിക്ക് ഇവരിൽ കുട്ടികളില്ല. ഡോക്ടർമാർ പലരും നോക്കി എനിക്ക് കുട്ടികൾ ഉണ്ടാവത്തില്ല. സത്യമാണ്. ഇത് എന്റെ അടുത്തും ഈ സ്ത്രീയുടെ അടുത്തും പറഞ്ഞിരിക്കട്ടെ. ഇന്ത് ചൂട ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ കന്നമ്പുളക്കാടി വരും. കന്നമ്പുളക്കാടി തരുമെന്ന് കന്നമ്പുളക്കാടി അടിക്കും. നിങ്ങൾ എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത് ആദ്യം? ഞാൻ പറയാം. ഇല്ലത്തൊരു ശീലണ്ടേ, ഒറ്റ ശീലേ ഉള്ളു. അപ്പൊ എല്ലാരും കൂടെ എങ്ങനെ ഈ മഴ വന്നാലൊക്കെ വലിയ പാടായിരിക്കും. ഇത് കഴുകിയിട്ട് ഉണങ്ങണ്ടേ? എന്തൊന്ന് ഇല്ലത്ത് ഒറ്റ ശീലേ ഉള്ളെന്ന് പറഞ്ഞു. ഒറ്റ ശീലേ ഉള്ളൂ. അത്താഴ പഷ്ടിക്കാരുണ്ടോന്ന് ചോദിച്ചിട്ടേ നടവാതിൽ അങ്ങടെ അടയ്ക്കത്തുള്ളൂ. അയ്യോ, അങ്ങനെ ഒരു ദിവസം അത്താഴ പഷ്ടിക്കാരുണ്ടോന്ന് ചോദിക്കാൻ വേണ്ടി എന്ന് വാ തുറന്നതും അടുക്കളയിൽ വന്ന് നിൽക്കണു. വിശന്ന് പറഞ്ഞ് കയറി വന്ന എനിക്ക് ഒരു നേരത്തെ ആഹാരം തരാൻ ആ പെൺകുട്ടി കളിച്ച മനസ്സുണ്ടല്ലോ, അതിന് നന്ദി ഉണ്ടേ. നന്ദി. ആ നന്ദി കാണിച്ചോണ്ടാണ് വണ്ടിക്കൂലിയും ചെലവാക്കി അവർ ഇവിടം വരെ വന്നിരിക്കുന്നത്. കൊല്ലാത്ത നന്ദിയായി പോയി. ഇത് കാണിച്ച മോശമായി പോയി കേട്ടോ. എനിക്ക് ഇവരറിയില്ല. അറിയാം. രണ്ടാമതും വന്നായിരുന്നു. എങ്ങനായിരുന്നു?
എന്റെ അച്ഛനൊരു വൈദ്യനാണേ. വൈദ്യനോ? വൈദ്യനാണ്. ആണ്, ആ. ഇങ്ങർക്ക് വാദത്തിന്റെ അസുഖം ഉണ്ടായിരുന്നു. ആ. വീട്ടിൽ വന്നപ്പോ വാദത്തിന്റെ പേര് മാത്രം അച്ഛനും മനസ്സിലായില്ലേ, നമുക്കും മനസ്സിലായി. പേരറിയാൻ വേണ്ടിയാണ് വന്ന പുള്ളി വന്നത്. എന്നിട്ട് ഇവിടെ അങ്ങോട്ട് പോയപ്പോ എനിക്കൊരു കുഞ്ഞായി. വീണ്ടും ഈ പേരറിയാൻ വേണ്ടി ഏതോ ഒരു വൈദ്യന്റെ വീട്ടിൽ പുള്ളി ചെന്നു. അവിടെ ഒരു കുട്ടി ഉണ്ടായി. വാദത്തിന്റെ പേര് അറിഞ്ഞില്ല. അതെ, ഞാൻ വാദത്തിന്റെ പേര് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇയാൾക്ക് പിള്ളവാദമാണ്. അന്നെ കണ്ട വൈദ്യശാലകളിൽ കൊച്ചുങ്ങളെ കൊടുക്കാൻ വേണ്ടി നടക്കുന്നു. പിള്ളവാദവും കൊണ്ട് നടക്കുന്നു. എന്തിനാ എനിക്കറിയില്ല അറിയില്ല എന്ന് പറഞ്ഞിങ്ങനെ കള്ളമാണ് അവര് പറയുന്നത്. പച്ചക്കള്ളമാണ്. ദേവപാലക, എന്റെ അച്ഛൻ പക്ഷെ ഈ സങ്കടത്തില് വീട്ടിൽ നിറക്കി പോയി. നിങ്ങൾ അച്ഛൻ ആരായിരുന്നു യഥാർത്ഥത്തില്? എന്റെ അച്ഛൻ വൈദ്യം മാത്രമല്ലായിരുന്നു, ഒരു ഭാഗവതരും കൂടിയായിരുന്നു. വൈദ്യന് ഭാഗവതരൂ? അതെങ്ങനെ? കേട്ടില്ലേ, വൈദ്യനാഥ ഭാഗവതർ. അങ്ങനെ. അപ്പൊ നിങ്ങളുടെ അച്ഛനോ? എന്റെ അച്ഛൻ ഒരു സംഗീതജ്ഞനായിരുന്നു. ആണോ? തമ്പാനൂർ രാമസ്വാമി. തമ്പാനൂർ രാമസ്വാമിയാ? തഞ്ചാവൂർ രാമസ്വാമി എന്നല്ലേ? തഞ്ചാവൂർ ഒരു പോലെ വണ്ടിക്കൂലി ഇല്ലായിരുന്നു. തമ്പാനൂർ ചെറിയൊരു കച്ചേരി തന്നെ പേരിട്ട്. ഇതിന് കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാനൊരു കല്യാണം കഴിച്ചു, അതിലൊരു കൊച്ചുണ്ടേ. അതെ, അല്ല എം കെ മേനോനെ, നമ്മൾ ഈ കൊച്ചുണ്ടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് ഇത് ഈ താലിമാലയൊക്കെ എടുത്ത ചെറിയ ഉണ്ടകളും വലിയ ഉണ്ടകളൊക്കെ ആയിരിക്കും അല്ലേ? അതല്ലെന്ന് പുള്ളി ഉദ്ദേശിച്ചത്. കൊച്ചുണ്ടെ കല്യാണം കഴിച്ച വേഗം കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു കൊച്ചുണ്ടാപ്രിയാണെന്ന്. ഞാൻ വാ തുറന്നാ വല്ലതും പിടിച്ച് മായം കായൊക്കെ പിടിച്ച് പറയും. പിന്നെ വള്ളിയും പുള്ളി ഞാൻ അങ്ങോട്ട് വേറെ അങ്ങോട്ട് പറയും. അതല്ല പറഞ്ഞത്. ഞാൻ കല്യാണം കഴിച്ച് എനിക്ക് അതിനകത്തൊരു കൊച്ചുണ്ടെന്ന്. അതല്ലേ ഞാൻ പറഞ്ഞത്. ഇവരിലുള്ള കൊച്ചല്ലേ അത്? അല്ലല്ല, എനിക്ക് അതിന് കൊച്ചില്ല. എന്ത് പുള്ളിക്കാരെ പരിപാടിയില്ല. എന്നെ സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഒരു സാറുണ്ട് നമുക്ക്. പുള്ളിയാണ് എനിക്ക് എല്ലാ രീതികളും പറഞ്ഞു തരുന്നത്. അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക. സ്ത്രീകളുടെ കാര്യത്തിൽ മുൻപന്തിലൊന്നും കണക്ട് ചെയ്യുന്ന നോക്കട്ടെ. ഹലോ ഹലോ. സാറേ, നമ്മള് ഈ പാർവതി സാരിസാറെ കേസുമായിട്ട് വിളിക്കുവാണ്. നമ്മുടെ എം കെ മേനോനുമായിട്ടുള്ള വിഷയം. അവൾ നല്ല കുട്ടിയാണ്. പല സാഹചര്യങ്ങളിലും അവളെ ഞാൻ സംരക്ഷിച്ചിട്ടുണ്ട്. വളരെ വിശ്വസതയോടെ കൂടെ നിർത്താൻ സാധിക്കും. എങ്ങനെ? എന്റെ ഉറപ്പാണ്. ധൈര്യമായി വിളിച്ചുകൊള്ളൂ. നല്ല പാർട്ടി തന്നെ വിളിച്ചത്. ഇതിന് പിള്ളേക്ക് വേറൊരു ട്രിപ്പ് ഉണ്ട്. എന്താണ്? ഞാൻ കാണിച്ചു തരാം. ഭാരതീയരെ, അപ്പം വണ്ടിക്കൂലിയും ചെലവാക്കി അങ്ങ് വന്നതല്ല, എം കെ മേനോൻ വരുത്തിയതാണ്. എങ്ങനെയാ തീരുമാനം? എന്നെ ഒഴിവാക്കണം. ഒഴിവാക്കണം. അല്ല, നിങ്ങളുടെ സ്ഥലം എവിടെയാണ് കറക്റ്റ് പറഞ്ഞത് സാരസ്യ? നമ്മൾ പാലക്കാട് വരൂലേ? ഞാൻ വരണമെന്ന് ഒരാളെ കൊണ്ടുപോയിട്ട് ഇപ്പൊ കിടന്ന് പുള്ളിയാണെന്ന് ഉരുവെന്ന് ഞാനിവിടെ. പിന്നെ നമ്മൾ പാലക്കാട് മുണ്ടൂർ ഇറങ്ങണം. അവിടെ നിന്ന് ഒരു മുട്ടുക്ക് വഴി അങ്ങോട്ട് കയറി ചെല്ലുമ്പോ ഒരു മല കാണും. മലയുടെ അവിടെ നമ്മൾ താപ്പോട്ട് ഇറങ്ങി ചെല്ലുമ്പോ ഒരു കണ്ടം. കണ്ടം കഴിയുമ്പോ ഒരു തെങ്ങും തടി പാലമുണ്ട്. അതിലേക്ക് അങ്ങ് പോകണം. അവിടെ തെങ്ങും തടി പാലമല്ലോ. കറക്റ്റ് ഒരു പോസ്റ്റ് അല്ലേ ഇട്ടേക്കുന്നത്? ഇല്ല, തെങ്ങും തടി പാലം മാത്രമേ ഉള്ളൂ. ഒരു കോൺക്രീറ്റിന്റെ പോസ്റ്റ് ആണല്ലോ ഇട്ടേക്കുന്നത്. ഞാൻ തെങ്ങും തടി പാലം ഒന്ന് കറക്റ്റ് പോസ്റ്റ് ആണോ ഇട്ടേക്കുന്നത്? നിനക്ക് അറിഞ്ഞൂടേത്? ആ പോസ്റ്റിക്കുള്ളിൽ പലതവണ ഞാൻ പച്ചക്കറി മേടിച്ചുകൊണ്ട് ഞാൻ എത്ര തവണ വീട്ടിൽ വന്നിരിക്കുന്നു. എം കെ മേനോൻ, പിന്നെ തെങ്ങും തടി കൂടെ നടക്കാൻ പറ്റില്ല. പോസ്റ്റിന്റെ സുഖമായിട്ട് നടന്നു പോകായിരുന്നു. നിങ്ങൾ നേരത്തെ എന്താ പറഞ്ഞത്? മുണ്ടൂര് പോയിട്ടില്ലെന്ന്. ഇവിടെ എന്തോ ഇട്ടേക്കെന്ന് പറഞ്ഞ? എനിക്കറിയില്ല. എനിക്കാരെ അറിയില്ല. ഇത് ആരെ അറിയില്ല? അറിയില്ല. ഇപ്പൊ എല്ലാരും നാട്ടുകാരറിഞ്ഞു. ഇത്രയും നാളും സമ്മതിക്കാത്ത എം കെ മേനോൻ എന്റെ കുട്ടികളുടെ എന്റെ കല്യാണത്തിന്റെ കാര്യം തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ ഓക്കെ, എനിക്ക് ഹാപ്പിയായി. തീരുമാനമായില്ലേ? എനിക്കറിയില്ല. ഇത്രയും സമയം നിങ്ങൾ അറിയത്തില്ല. നിങ്ങളൊരു മനുഷ്യരാണ്. ഒരു സ്ത്രീ വന്ന് ഇത്രയും സമയം സംസാരിച്ചിട്ട് ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ തള്ളയല്ലേ ഈ വന്ന് സംസാരിച്ചു? ഒരു അമ്മ വന്ന് സംസാരിച്ച പോലും മനസ്സിലായി വിങ്ങി പൊട്ടുന്നു. കാര്യം പറഞ്ഞു. ഹലോ, പറഞ്ഞോ. ഓ, ഞാൻ വരാം. ഞാൻ അങ്ങോട്ട് വന്നിട്ട് സംസാരിക്കും. എന്താ സാറേ? വീട്ടിന്റെ ഫ്രണ്ടിലെ ഒരു സ്ത്രീ വന്ന് നിൽക്കുന്നുണ്ട്. ഒരു കൊച്ചിനെയും കൊണ്ട് പിതൃത്വം തെളിയിക്കാൻ വേണ്ടി. എന്തോ സരസ്വതി സാരസ്യാർ. അയ്യോ, എന്റെ അനിയത്തി. കുടുംബത്തോടെ ഇത് തന്നെ പരിപാടി. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.